ഹെറിച്ച് കമ്പനി ഉടമകളുടെ വീടുകളിലും ഓഫീസുകളിലും ED റെയ്ഡ്. ഹെറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസ് പ്രതികൾ നടത്തിയ ബിറ്റ്കോയിൻ ഇടപാടുകൾ ED പരിശോധിച്ചു. ഓൺലൈൻ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് കമ്പനിയാണ് ഹൈറിച്ച്. 100 കോടി രൂപയോളം ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്നാണ് പരാതി. മുൻ MLA അനിൽ അക്കരെയാണ് പരാതിക്കാരൻ. ED അന്വേഷണം ആരംഭിച്ചതോടെ ഹെറിച്ച് ഉടമകൾ മുങ്ങിയതായാണ് സൂചന. 3000 പേരിൽ നിന്നും 5 ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച 150 കോടി രൂപയുടെ ഇടപാടുകളാണ് ED പ്രധാനമായും പരിശോധിച്ചത്. ഇതിൽ 100 കോടി രൂപയാണ് ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയത്. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിലും ഹൈറിച്ച് ഉടമകൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. UK ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ ഇടപാടുകൾ നടത്തിയത്. ഇക്കാര്യങ്ങൾ ED വിശദമായി പരിശോധിച്ചു വരികയാണ്. ED പരിശോധന ആരംഭിച്ചതോടെ ഉടമകളായ KD പ്രതാപനും ശ്രീനയും മുങ്ങിയതായാണ് സംശയം. ഓഫീസിൽ ED ഉദ്യോഗസ്ഥൻ വരുന്നതറിഞ്ഞ് കണിമംഗലത്തെ വാടക വീട്ടിൽ നിന്ന് ഇവർ സ്ഥലം വിടുകയായിരുന്നുവെന്നാണ് വിവരം. ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസ് റിപ്പോർട്ട്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പാണിതെന്നും തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച ഭീകരമായ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പരാതിക്കാരനായ അനിൽ അക്കര പറഞ്ഞു. പുതിയതായി ആദ്യത്തെ തട്ടിപ്പല്ല ഇവരൊക്കെ നേരത്തെ തന്നെ ഈ ഓൺലൈൻ രംഗത്ത് വിട്ട് മണി ചെയിൻ രംഗത്താണ് ഇവർ ഈ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. 2021 ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് ചേർപ്പ് പോലീസ് കേസെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് 1,80,000 ആളുകൾ ആണ് ഇതിനകത്ത് വരുന്നത്, അതിൻ്റെ ID ആയിട്ട് വരുന്നത്. കണക്കനുസരിച്ച് 40,000 ആളുകൾ ഈ തട്ടിപ്പിനകത്ത് പങ്കാളികളായിട്ടുണ്ട്. ഏതാണ്ട് സർക്കുലേറ്റ് ചെയ്ത മണി എന്ന് പറയുന്നത് 1 ലക്ഷം കോടി രൂപയിൽ കൂടുതലാണ്. 1,63,000 ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയത്. ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ രീതിയിൽ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് കേരളത്തിലും പുറത്തുമായി 78 ശാഖകളും ഇന്ത്യയിലൊട്ടാകെ 680 ശാഖകളും ഉണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. അമൃത ന്യൂസ്, തൃശൂർ.